അങ്ങനെ വീണ്ടും ഒരു വീക്കെൻഡ് നമുക്ക് വന്നു കേട്ടോ. അപ്പോൾ ഈ വീക്കെൻഡിൽ നമ്മൾ പോണത് ഉണ്ണികളുടെ മുടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉണ്ണികളുടെ ബൊമ്മക്കുട്ടീനെയും എടുത്തിട്ടുണ്ട് കേട്ടോ, പാവക്കുട്ടീനെ. അവർക്ക് അവരെ പാവക്കുട്ടീനെയും മുടി വെട്ടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടാളെടുത്തത്. ഈ സലൂണിൻ്റെ ഫ്രണ്ടിലെ നമ്മുടെ തൃശ്ശൂർ പൂരം എന്നുള്ളൊരു വേർഡാണ് കേട്ടോ നമ്മൾ ഈ കടയിലേക്ക് അട്രാക്ഷൻ ചെയ്യാനുള്ള മെയിൻ കാരണം. നമ്മുടെ തൃശ്ശൂർ ഗഡികളുടെ സലൂണല്ലേ, അപ്പോൾ പിന്നെ ഇവിടേക്ക് തന്നെ വരാൻ നമ്മൾ വിചാരിച്ചു കേട്ടോ. പുറമേന്ന് കാണുമ്പോഴേ ചെറിയൊരു സലൂൺ ആണെങ്കിലും ഉള്ളിലേക്ക് വന്നപ്പോൾ നല്ല സൗകര്യമുള്ള ഒരു സലൂണാണ് കേട്ടോ. ഒത്തിരി വലുത് തന്നെയാണ്. ഉള്ളിൽ നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പുറമേന്ന് കാണുന്നേക്കാളും ഭംഗി എനിക്ക് ഉള്ളിൽ വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഉണ്ണികൾ രണ്ടാൾക്കും ഭയങ്കര സന്തോഷമായി. അവരിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് മുടി കട്ട് ചെയ്യാൻ പോണത്. അപ്പം അതിൻ്റെ ഒരു ത്രില്ലുണ്ടായി. ഇവിടെ ലേഡീസിൻ്റെ ബ്യൂട്ടി പാർലർ മെൻസിനെ അലോ ചെയ്യില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ണികളുടെ മുടി വെട്ടാനും ചേട്ടനും മുടി വെട്ടണം കാണുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ മെൻസിൻ്റെ സലൂണിക്ക് തന്നെ വന്നത് കേട്ടോ. പക്ഷെ ഇവർ നല്ല രസത്തിൽ മുടി വെട്ടിയിട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് മുടി വെട്ടേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞിപ്പാറുനും കുഞ്ഞാറ്റയ്ക്കും അവരുടെ പാവക്കുട്ടി ബോണിയുടെയും ആമിക്കുട്ടിയുടെയും മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കുറച്ച് വന്നിട്ട് പിന്നെ ബാക്കിലേക്കാണ്. അതേപോലെ തന്നെ മുടി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആ ചേട്ടന്മാരോട് പറഞ്ഞു. അവർ ചെയ്യുന്ന രീതിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. കുട്ടികളിലേക്ക് നല്ല പോലെ സംസാരിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ. പിള്ളേർക്ക് അങ്ങനെ മുടി വെട്ടുമ്പോഴേക്കും അങ്ങോട്ട് തിരിങ്ങോട്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. ഇവർക്ക് പിള്ളേരായി തന്നെ കംഫർട്ടാക്കിയിട്ട് അവർ നല്ല രീതിയിലാണ് കേട്ടോ അവരുടെ സർവീസ്. എനിക്കിഷ്ടമായി. കുഞ്ഞിപ്പാറിൻ്റെ മുടി കണ്ട് നല്ല പോലെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഉണ്ണികൾ രണ്ടാളും നല്ല രീതിയിൽ അവർ അടങ്ങി ഒതുങ്ങിയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെന്ന്. പക്ഷെ അവർ നല്ല രീതിയിൽ, കാരണം സുന്ദരികളാവാൻ വേണ്ടിയിട്ടാണല്ലോ. പൊതുവെ ഇവർക്ക് രണ്ടാൾക്കും നല്ല സുന്ദരികളായി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു രണ്ടുപേരും നല്ല അനുസരണയുള്ള കുട്ടികളായിട്ട് അവിടെ ചെയറിൽ ഇരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞിപ്പാറുടെ മുടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇതിങ്ങനെ കാറ്റിങ്ങനെ അടിക്കുമ്പോൾ അവളിങ്ങനെ ചിരിച്ചിട്ട് അവൾക്ക് ചിരിച്ചിട്ടൊരു ബോധവുമില്ല, ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. കുഞ്ഞിപ്പാറിൻ്റെ മുടി സെറ്റായിട്ടുണ്ട്. അവളെ മുഖം നോക്കിയിട്ട് ഭയങ്കര ഹാപ്പി, കാരണം പാവക്കുട്ടീനെ പോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടു പേർക്കും അവരുടെ ഹെയർ കട്ട് ചെയ്ത് ഇഷ്ടമായി. കുഞ്ഞാറ്റയ്ക്ക് മുടി വെട്ടിയപ്പോൾ ചെറിയൊരു പരിഭവം ഉണ്ടായിരുന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാറ്റയുടെ മുടി എല്ലാതും പോയി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റയ്ക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അയ്യോ അമ്മ എൻ്റെ മുടി പോയി എന്നൊക്കെ പറഞ്ഞു. കുഞ്ഞിപ്പാറും ഓക്കെയാണ്. ഇവരെ ബാക്കിലേക്ക് മാത്രമേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഉണ്ണികളുടെ രണ്ടാളെ മുടി കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടന് മുടി കട്ട് ചെയ്യണം എന്നിട്ട്. അങ്ങനെ ചേട്ടൻ്റെ ഹെയർ കട്ട് ചെയ്യണവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. കുഞ്ഞാറ്റ പരിഭവം പറയുന്നതാണ് കേട്ടോ. അമ്മ എൻ്റെ മുടി പോയല്ലോ, എൻ്റെ ബാക്ക് സൈഡത്തെ മുടി പോയി, ഇനി എന്നാ വരാമെന്നേക്കും ചോദിക്കണം. അതിൻ്റെ ഇടയിൽ അവളുടെ പാവക്കുട്ടി പോണിയുടെ ഹെയർ വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൾ അവിടെ നിന്നിട്ട് ഹെയർ വാഷ് ചെയ്യലും പാവക്കുട്ടിയുടെ മുടി ഇരലിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഹാപ്പി വീക്കെൻഡ് ആയിരുന്നു.